നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുന്നു. വിധി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന കാണുവാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും ഉയർന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ ഇത്രയും കാലം തടസ്സപ്പെടുത്തി വെച്ചിരുന്നത് എന്ത് ഊർജമാണോ, എന്ത് കാരണമാണോ, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണോ, എന്ത് വ്യക്തിയാണോ കാരണം, അത്തരം തടസ്സം ഈ വ്യക്തിയിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതിലൂടെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും പരിഗണനയും നിങ്ങളോടുള്ള താല്പര്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് മനസമാധാനമായിട്ട് നിങ്ങളെ സ്നേഹിക്കുവാനോ നിങ്ങളോടൊപ്പം നിൽക്കുവാനോ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും പറ്റുന്ന രീതിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ദൂരെ എവിടെയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ളൊരു ജീവിതം ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ വളരെ ദൂരെയാണ് ഉണ്ടായിരിക്കുന്നത്, നിങ്ങളുടെ അടുത്തില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പലപ്പോഴും ഒരു ബാധ്യതയായി ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റിവിറ്റിയോട് കൂടി നിങ്ങളുമായി ഒരുമിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മുൻകോപങ്ങൾ അല്ലെങ്കിൽ വളരെയധികം വാശിയും വൈരാഗ്യവും ആയിട്ടുള്ള സ്വഭാവ രീതി, പെട്ടെന്ന് ദേഷ്യപ്പെടുക, എടുത്തു ചാടുക എന്നിങ്ങനെയുള്ള സ്വഭാവ രീതി മാറ്റിവെക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ അതെല്ലാം കുറച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്കിപ്പോൾ ഈ വ്യക്തിയുടെ സ്വന്തം എടുത്തുചാട്ടവും ഒക്കെ ആയിട്ടുള്ള സ്വഭാവം മാറ്റിവെക്കുവാനും അത് നിയന്ത്രിക്കുവാനും സ്വന്തമായി നിയന്ത്രിക്കാനുമുള്ള കഴിവ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വ്യക്തി എന്തുകൊണ്ടും പ്രാപ്തനാണ് അല്ലെങ്കിൽ പ്രാപ്തയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ വ്യക്തി അത് സീരിയസ് ആക്കി എടുത്തുകൊണ്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് അത് മോശപ്പെട്ട സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യണമെന്നും സംസാരിക്കണമെന്നും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും നിങ്ങളുമായി മനസ്സ് തുറന്നുള്ള ഒരു സംസാരം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള അട്രാക്ഷൻ, ആകർഷണം, സ്നേഹം, താല്പര്യം ഇതൊന്നും തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറിപ്പോകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
ഗണപതി ഭഗവാന്റെ ഊർജമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ലോർഡ് ഗണേശ എന്ന് പറയുന്നത് തടസ്സങ്ങളെ മാറ്റിത്തരുന്ന ദേവനാണല്ലോ. അതുകൊണ്ട് ഈ ദൈവത്തിനെ ഉപാസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും നന്നായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധത്തിന്റെ അടിസ്ഥാനത്തിനെ തന്നെയാണ്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരുമിച്ച് സംസാരിക്കുന്നതായിക്കോട്ടെ, ഒരുമിച്ച് ഈ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യമായിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പരിഹരിച്ച് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ വ്യക്തിയിലേക്കും നിങ്ങളിലേക്കും ഒരേപോലെ വന്നു ചേർന്നിട്ടുള്ളത്. ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് മനസ്സ് നിറച്ചു തരുന്ന ഒരു ദേവൻ കൂടിയാണ്. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ദൈവം കൂടിയാണ്. നിങ്ങൾ ഈ ദൈവത്തെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് പ്രധാനമായും കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിട്ട് സ്വാതന്ത്ര്യം വേണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഏതാനും ചില ചട്ടക്കൂടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുക, അവർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുക, അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അവരിലൂടെ മാത്രം ജീവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ പേഴ്സന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് കാര്യവും ചെയ്യുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതുപോലെ സാമ്പത്തിക പരമായിട്ടുള്ള സ്ഥിതിഗതികളും മുന്നോട്ട് കൊണ്ടുവരണമെന്നും നന്നായി തന്നെ ജോലി ചെയ്തുകൊണ്ട് പണം അധ്വാനിക്കണമെന്നും ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം മറ്റു പലവരും ഈ വ്യക്തിയെ പറ്റിച്ചു. അനാവശ്യമായി ഈ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി പണം ചെലവഴിച്ചു. അങ്ങനെയെല്ലാം മറ്റുള്ളവർ ഈ വ്യക്തിയെ പറ്റിച്ചു എന്നാണ് കാണപ്പെടുന്നത്. ഇനി അതെല്ലാം നിർത്തിവെച്ച് സ്വന്തം ജീവിതത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രയത്നിക്കുവാനും സാമ്പത്തികപരമായി മുന്നേറുവാൻ തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുമായി ഒരുമിച്ചുള്ള നിമിഷങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ഒരുപക്ഷെ രണ്ടുപേരും കുഞ്ഞുനാളിൽ മുതൽ തൊട്ടുള്ള കളിക്കൂട്ടുകാരായിരിക്കാം, ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ മനോഹരമായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബാല്യകാലവും കൗമാരപ്രായവും, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലായ സമയം മുതൽ തൊട്ടുള്ള കാലഘട്ടം എല്ലാം തന്നെ ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ സൈക്കിക് എബിലിറ്റിയും നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ മൂന്നാം കണ്ണ് പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും സത്യമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ശത്രുക്കളുടെ നീക്കം എന്താണോ, ശത്രുക്കൾ എന്താണോ ചിന്തിക്കുന്നത്, അവരെന്താണോ പറയുന്നത്, അതെല്ലാം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ പണ്ടത്തേതുപോലെ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചീത്ത വഴിയിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ. ഇപ്പോൾ പുതിയൊരു വ്യക്തിയാണ്. ഒരുപാട് അറിവുകളുള്ള, സ്വന്തമായി സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഈ വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പക്വതയും അറിവും സ്പിരിച്വൽ ജേണിയിലൂടെയും നിങ്ങളോടുള്ള പ്രണയം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു മാതൃകാ പുരുഷനോ അല്ലെങ്കിൽ നല്ലൊരു തേജസ്സുള്ള സ്ത്രീ ആയിട്ടാണ് ഈ വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ കാണാൻ കഴിഞ്ഞത്. ഉറപ്പായിട്ടും തടസ്സങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. ഈ പ്രണയബന്ധത്തിലെ വിധി നിങ്ങൾക്കും ഈ വ്യക്തിക്കും അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.